ദൈവത്തിന് മഹത്വം. ഈ നല്ല ദിവസത്തിന് നല്ല സമയത്തിനുമായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കർത്താവ് പോരുന്ന എല്ലാ കൃപകൾക്കായിട്ട് നന്ദി പറയാം. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതും ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി മനസ്സ് പുതുക്കുവാൻ നമ്മളെ സഹായിക്കുന്നതും. അനേകർക്ക് തിരിച്ചറിവില്ലാതെ മനസ്സിനൊത്തവണ്ണം ജീവിക്കുമ്പോൾ, മനസ്സിനൊത്തവണ്ണമല്ല നമ്മൾ ജീവിക്കേണ്ടത്, കർത്താവിൻ്റെ, നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവാൻ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കണം എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത്. മാത്രമല്ല, ഈ കാലഘട്ടം ദുഷ്കാലമാണ്. അതുകൊണ്ട് സമയം തക്കത്തിൽ വിനിയോഗിക്കണമെന്നും ദൈവജനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു എന്ന് വചനത്തിൽ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവം നമുക്ക് നൽകി തരുന്ന സമയമൊക്കെ നമ്മൾ തക്കത്തിൽ വിനിയോഗിക്കണം. അതിനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം വരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചും കൊണ്ട് നൽകി തരുന്ന അവസരങ്ങളെ, സാഹചര്യങ്ങളെ മനസ്സിലാക്കി ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിറവിലേക്ക് കയറി വരണം എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ പുത്രനായ യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുന്നത് എന്ന് നമ്മൾ തുറമാനമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പുത്രനായ യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി തീരേണ്ടതിൻ്റെ ആവശ്യകതയെ മനസ്സിലാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവവചനത്തിനോടൊരു ദാഹം ഉണ്ടാകത്തുള്ളൂ. അതില്ലാത്ത വ്യക്തികൾക്ക് ഒരിക്കലും ദൈവവചനത്തിനോടൊരു ദാഹം ഉണ്ടാകത്തില്ല. അതൊരു കേൾവി മാത്രമായിട്ടും അല്ലെങ്കിൽ അത് ജ്ഞാനത്തിൻ്റെ വാക്കുകളായിട്ടൊക്കെ തീർന്നു പോകാനിടയായിത്തീരും. എന്നാൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതും നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നതും ദൈവത്തിൻ്റെ മുൻ അറിവിൽ കണ്ട് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതൊക്കെ ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി മാതൃക കാണിച്ചെന്ന പുത്രനായ യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി തീരാനാണ് എന്നുള്ളൊരു ബോധ്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രകാശനം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയെങ്കിൽ മാത്രമേ വചനത്തിനോടുള്ള ഒരു വലിയ ആഗ്രഹം, ദാഹമുണ്ടാകത്തുള്ളൂ. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ആ ഒരു ദാഹം പരിശുദ്ധാത്മാവ് നൽകുന്നു എന്ന് വിശ്വസിക്കട്ടെ. അങ്ങനെ ഒരു ദാഹമില്ല എങ്കിൽ വചനം കേൾക്കുമ്പോൾ തന്നെ രൂപാന്തരപ്പെടാത്ത മനസ്സ് വചനത്തെ എതിർത്തുകൊണ്ടിരിക്കും. കാരണം മനസ്സിനൊരിക്കലും മനസ്സ് പുതുക്കുവാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിക്കും വചനത്തിനോട് ദാഹം ഉണ്ടാകത്തില്ല. എന്നാൽ മനസ്സ് പുതുക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും വചനം കേൾക്കുമ്പോൾ അത് വളരെ ആഗ്രഹത്തോടുകൂടെ ഏറ്റെടുത്ത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി കർത്താവിൻ്റെ വരവിൻ്റെ അധികമായിട്ടുള്ള പ്രത്യാശയിൽ ഒരുങ്ങുവാനൊക്കെ ദൈവം നമ്മളെ സഹായിക്കും. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഒരു കുറിവാക്യമായിട്ടൊരു വചനം വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 5-ാം വാക്യം. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു വാക്യമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. അവിടെ പറയുന്നത്, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അവിടെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടാകണം. അപ്പോൾ ദൈവവചനത്തിൻ്റെ കേൾവി നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. കാരണം ദൈവവചനം നമ്മൾ ഓർമ്മപ്പെടുത്തൊരു കാര്യമുണ്ട്, വിശ്വാസം എങ്ങനെ വരുന്നത്? കേൾവിയാൽ. കേൾവി എന്താ കേൾക്കേണ്ടത്? ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ കേൾക്കണം. അപ്പോൾ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഇനി കേൾക്കുന്ന വചനത്തിനോടുള്ള എൻ്റെ മനോഭാവം, ആ വചനത്തെ ഞാൻ എങ്ങനെ കാണുന്നു, അല്ലേ, നമ്മൾ അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നിലുള്ള സ്വഭാവം, അല്ലെങ്കിൽ എന്നിൽ മറഞ്ഞു കിടക്കുന്ന ആഡാമിക് നേച്ചർ മാറിപ്പോകുന്നുണ്ടോ ഇല്ലയോ നമ്മൾ തിരിച്ചറിയുന്നു. അതല്ലാതെ ഒരു വ്യക്തിക്കും ക്രിസ്തുയേശുവിലുള്ള ഭാവം അഥവാ ദൈവിക സ്വഭാവം ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി അല്ലാതെ ഒരു വ്യക്തിക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഇത് കർത്താവിനോട് ചേർന്ന് നടക്കുന്ന വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകരുന്ന ജീവനാണ് ഈ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളുടെ സ്വഭാവത്തിൽ ഈ ക്രിസ്തുയേശു വെളിപ്പെട്ട് വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ വളരെ നാളുകളായിട്ട് വചനം കേൾക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. ഈ വചനം കേൾക്കുമ്പോൾ എന്നിൽ, എൻ്റെ ഭാവത്തിൽ, എൻ്റെ ഇടപെടലുകളിൽ, എൻ്റെ ബന്ധങ്ങളിലൊക്കെ ഈ യേശു ക്രിസ്തു നമുക്ക് സകലത്തിലും മാതൃക കാണിച്ചു തന്നവനാണെന്ന് ദൈവവചനം പറയുന്നുണ്ട്. അവൻ നമുക്ക് സകലത്തിലും അവൻ്റെ പാത പിന്തുടരുവാനായിട്ട് മാതൃക വെച്ചു പോയിരിക്കാം.
ആ മാതൃകയാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മുടെ വാക്കുകൾ, എങ്ങനെയായിരിക്കണം നമ്മളുടെ ബന്ധങ്ങൾ, എങ്ങനെയായിരിക്കണം നമ്മളുടെ കൊടുക്കൽ വാങ്ങലുകൾ, എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, എല്ലാം നമുക്ക് വ്യക്തമായിട്ട് മാതൃക കാണിച്ചു തന്നിരിക്കുക. കാരണം മാതൃക കാണിച്ചു തരുവാനായിട്ട് ആരും ഈ ലോകത്തിൽ ഇല്ലായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, പാപം ദൈവത്തെയും മനുഷ്യനും തമ്മിൽ അകറ്റി, പാപം എല്ലാവരെയും, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിരുന്നു. അപ്പോൾ തേജസ് ഇല്ലാത്ത മനുഷ്യന് ദൈവത്തിന്റെ തേജസ്സിനെ കാണിച്ചു തരാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോ ദൈവത്തിന്റെ തേജസ്സിനെ വെളിപ്പെടുത്തി തരുവാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത്, അഥവാ ദൈവം തന്റെ പുത്രനായി യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. ഈ ദൈവം തന്നെ മനുഷ്യനായി വന്നു. ഒപ്പം തന്നെ പറയുന്നു, ദൈവം തന്റെ പുത്രനായ ഏകജാതനായ പുത്രനെ നൽകി തന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത, അതെന്ത് രണ്ടും അങ്ങോട്ട് ചേരുന്നില്ലല്ലോ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവം തേജസ്സിൽ വസിക്കുന്നവനാണ്, സകല ചരാചരത്തിന്റെ ഉടയവനാണ്. ദൈവത്തെ നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ദൃശ്യമാകുന്ന ഒരളവിൽ നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ താൻ സൃഷ്ടിച്ച മനുഷ്യരോട് സാദൃശ്യനായിട്ട് ദൈവം ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് പറഞ്ഞതിനർത്ഥം. അതിനർത്ഥം ദൈവം ഇല്ലെന്നല്ല, ദൈവം സ്വർഗത്തിൽ അപ്പോൾ തന്നെയുണ്ട്. മനസ്സിലായോ? ഇത് നമ്മുടെ ബുദ്ധിക്ക് നിരക്കത്തില്ല, പക്ഷെ ആത്മാവിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കേണ്ടത്. അപ്പോ ഇത് ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എങ്ങനെ കയറി ചെല്ലാൻ പറ്റുമെന്ന് ദൈവം തന്നെ വന്ന് നമുക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നതാണ് പുത്രനായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ പറയാണ് ക്രിസ്തുവേശുവിലുള്ള ഭാവം നമ്മളിലുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും, എന്തോ ഈ ക്രിസ്തുവേശുവിലുള്ള ഭാവം, എങ്ങനെ നമ്മൾ ഈ ക്രിസ്തുവേശുവിലുള്ള ഭാവം എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ 4 സുവിശേഷങ്ങൾ നമ്മൾ നോക്കണം. ആ 4 സുവിശേഷങ്ങളിലാണ് ക്രിസ്തുവേശുവിന്റെ ഭാവം നമ്മൾക്ക് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവേശുവിന്റെ ഭാവം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ സ്വഭാവം. യേശു എങ്ങനെയാണ് ഒരു കാര്യത്തോട് ഇടപെട്ടത്, എങ്ങനെയാണ് മനസ്സലിവുള്ളവനായത്, എങ്ങനെയാണ് അവൻ കരുണ വെളിപ്പെടുത്തിയത്, എങ്ങനെയാണ് അവൻ വചനത്തെ അനുസരിച്ചത്, സാഹചര്യങ്ങളിലെ സമ്മർദ്ദങ്ങളുടെ നടുവിൽ കർത്താവ് എങ്ങനെയാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത്. ഇതാണ് നമ്മൾക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ആ പുത്രനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും പുത്രൻ നടന്നതുപോലെ നടപ്പാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇനി ക്രിസ്തുയേശുവിന്റെ ഭാവം എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ താഴേക്ക് വായിക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള വചനമായതുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും ഈ പറയുന്ന ഒരു അനുഭവത്തിൽ മനുഷ്യനായിട്ട് വിളങ്ങണമെങ്കിൽ നമ്മളിലുള്ള പല ഈഗോയും, ഞാനെന്ന ഭാവവും, സ്വയനീതിയും അല്ലെങ്കിൽ അഹങ്കാരവും ഒക്കെ മറഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യണം? നീക്കിക്കളയണം. ഞാനെന്ന ഭാവമുള്ള വ്യക്തികൾക്ക് ഒരിക്കലും മനുഷ്യ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ദൈവം കാണിച്ചു തന്ന ആ പുത്രനെ പിൻപറ്റിക്കൊണ്ട് ഈ ഭൂമിയിൽ വിളങ്ങാനായിട്ട് പറ്റത്തില്ല. നമ്മളും വിളങ്ങണം ഈ ഭൂമിയിൽ. എങ്ങനെ വിളങ്ങേണ്ടത്? ദൈവത്തിന്റെ വചനത്തിന്റെ അനുസരണത്തിൽ കൂടിയാണ് നമ്മൾ വിളങ്ങേണ്ടത്. അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ വചനമൊക്കെ പറയുന്നത്, ക്രിസ്തുവിന്റെ സൗരഭ്യം നമ്മളിൽ കൂടി വെളിപ്പെടുത്തണം, ക്രിസ്തുവിന്റെ നിങ്ങൾ പത്രമാണ്, ക്രിസ്തുവിനെ ധരിച്ചവരാണ് എന്നൊക്കെ പറയുന്നതിനെയാണ് ഈ പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഈ വിളങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തതായിരിക്കണം. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ വിളങ്ങും. നിങ്ങളുടെ ഇടപെടലുകളും ബന്ധങ്ങളൊക്കെ കൃപയോടുകൂടിയതായിരിക്കണം. യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരു ജീവിതം ജീവിക്കണം. ഇങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് യേശു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് വിളങ്ങിയതുപോലെ നമ്മളുടെ ജീവിതവും ദൈവത്തിന് പ്രസാദമുള്ള ഒരു വിളങ്ങുന്ന അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കിട്ടുന്ന ജീവിതമായിട്ട് മാറുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. മാത്രമല്ല പിന്നീട് പറയണം, തന്നെത്താൻ അവൻ താഴ്ത്തി. കണ്ടോ? ഇത് ക്രിസ്തുവേശുവിലുള്ള ഭാവമാണെങ്കിൽ നമ്മളും എന്ത് ചെയ്യണം? തന്നെത്താൻ താഴ്ത്തണം. ഒരു കുടുംബജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് തമ്മിലുള്ള സ്നേഹവും ബഹുമാനവും കീഴ്പ്പെടലുമാണ്. മനസ്സിലായോ? അപ്പോ തന്നെത്താൻ കർത്താവ് താഴ്ത്തിയെങ്കിൽ എന്തിനാ അങ്ങനെ പറയുന്നത്? അവൻ ദൈവരൂപത്തിലിരിക്കെ തന്നെത്താൻ താഴ്ത്തി വന്നു. മനസ്സിലായോ? എന്തിനു വേണ്ടിയാ? നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി, ഒരു വലിയ ദൗത്യ നിർവഹണത്തിനായി തൻ്റെ ആ എല്ലാ പദവികളും അല്ലെങ്കിൽ തൻ്റെ മഹത്വമൊക്കെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളുടെ ഈഗോയും ഞാനെന്ന ഭാവവും സ്വയനീതിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? വെടിയണം. അങ്ങനെ വെടിയുമ്പോൾ മാത്രമേ നമുക്ക് താഴ്മയുള്ളവനാകാൻ പറ്റൂ. അങ്ങനെ താഴ്മയുള്ള ഒരു വ്യക്തിയിൽ മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കത്തുള്ളൂ. അങ്ങനെ താഴ്മയുള്ള ഹൃദയത്തിന്റെ ഉടമകളായാൽ അവിടെയാണ് ഒരു നല്ല ഭർത്താവാകുന്നത്, നല്ല ഭാര്യയാകുന്നത്, നല്ല മക്കളാകുന്നത്, നല്ല ശുശ്രൂഷകനാകുന്നത്, മറ്റുള്ളവരെ കരുതുവാനായിട്ട്. അപ്പോൾ താഴ്മയുള്ള ഒരു ഹൃദയത്തിനുള്ള കേട്ടോ താഴ്മ. അപ്പോൾ താഴ്മ ഒരു വ്യക്തിയിൽ ഉണ്ടാവണമെങ്കിൽ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുക്കണം. താഴ്മ ചുമ്മാ ഉണ്ടാകത്തില്ല. താഴ്മയ്ക്ക് തടസ്സം നിൽക്കുന്ന നമ്മളിലുള്ള ഈഗോ, ഞാനെന്ന ഭാവം, സ്വയനീതി, അഹങ്കാരം,
അല്ലെങ്കിൽ ഇങ്ങനെ പല സംഭവങ്ങളുണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യണം? ക്രൂശിക്കണം. അങ്ങനെ ക്രൂശിക്കുമ്പോഴാണ്, ആ ഇഷ്ടങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മളിൽ ഒരു താഴ്മ ഉണ്ടാകുന്നത്. അല്ലെ? നമ്മള് ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അവൻ നിന്നെ താഴ്ത്തി പരീക്ഷിച്ചു. ഇങ്ങനെ താഴ്ത്തുന്നത്, നിന്റെ ഹൃദയത്തിലുള്ളത് എന്തെന്ന് നീ അറിയേണ്ടതിന് അവൻ നിന്നെ താഴ്ത്തി പരീക്ഷിച്ചു. അപ്പൊ താഴ്ത്തി പരീക്ഷിക്കുമ്പോൾ എപ്പോഴും ഒരു ക്രൂശീകരണമാണ്. മനസ്സിലായോ? നമുക്ക് നിന്ദയുണ്ടാകാം, പരിഹാസമുണ്ടാകാം. ഒറ്റപ്പള്ള ക്രൂശിൽ അങ്ങനെയല്ല സംഭവിച്ചു. യേശുവിനെ നിന്ദിച്ചു, പരിഹസിച്ചു. നീ ദൈവമാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, എന്നിട്ട് നീ നിന്നെ തന്നെ രക്ഷിക്കൂ. അപ്പോൾ നിന്ദയും പരിഹാസവും ഒക്കെ ഉണ്ടായെങ്കിലും അവിടെ എല്ലാം കർത്താവ് എന്ത് ചെയ്തു? തന്നെ താൻ താഴ്ത്തി. എന്നിട്ട് പറയാ, അവൻ അനുസരണമുള്ളവനായി തീർന്നു. അപ്പോ നമ്മളുടെ ജീവിതത്തിലും നമ്മളും അനുസരണമുള്ള വ്യക്തികളായി തീരണം. അല്ലെ? വചനം പറയുന്നുണ്ടല്ലോ, നിങ്ങളും അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും അനുസരണമുള്ള മക്കളായി തീരണം. അപ്പോ യേശു ഇതൊക്കെ മാതൃക കാണിച്ചിരിക്കുകയാണ്. യേശുവിനെ പിൻപറ്റുവാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നെങ്കിൽ, കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടണമെന്ന്, ദൈവത്തിന്റെ പ്രിയ മക്കളായി ദൈവത്തോടു കൂടെ വസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ പറയുന്ന വചനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റെടുക്കണം. അനുസരണമുള്ളവനായി തീരണം. അപ്പോൾ ഇതിനൊക്കെ താല്പര്യം എന്ന് പറയുന്നത് അനുസരിക്കുവാനും അനുസരിക്കാതിരിക്കുവാനും ഉള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ അനുസരണം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും വ്യക്തികളെ കാണുമ്പോഴോ അല്ലെങ്കിൽ മാതാപിതാക്കളെ അനുസരിക്കേണ്ടത് മക്കളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോ മാതാപിതാക്കളെ കാണുമ്പോൾ മാത്രം അനുസരിക്കുന്ന മക്കളാണെങ്കിൽ ദൈവത്തെ അവർക്ക് ഭയമില്ലെന്നാണ് അതിനർത്ഥം. അല്ലെ? ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം വിശുദ്ധമാകണമെങ്കിൽ ഭാര്യയും ഭർത്താവും എവിടെയായിരുന്നാലും, അല്ലെ, അവര് മാറി നിന്നാലും ഒക്കെ അവര് ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. അതുകൊണ്ടാണ് വചനം ബൈബിളിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കണം. അതൊരു ബന്ധത്തെ കാണിക്കുന്നത്, ഒരു വിശുദ്ധ ബന്ധത്തെ കാണിക്കുന്നത്. അപ്പോ ഈ അനുസരണം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഒരു അനുസരണമാണ്, ദൈവവചനത്തിനോടുള്ള അനുസരണമാണ്, ദൈവ സ്നേഹത്തിൽ നിന്നുള്ള അനുസരണമാണ്. അത് നമ്മൾ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം പുറമേയുള്ള അനുസരണം കൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ഓരോ സാഹചര്യങ്ങളുടെ നടുവിലും ദൈവം നമ്മളുടെ ഹൃദയത്തെ നോക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം തിരിച്ചറിയണം. ആ ഒരു തിരിച്ചറിവ് പുത്രനായ യേശുവിന് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അതുകൊണ്ട് അവൻ അനുസരണമുള്ളവനായി, കാരണം മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. കാരണം ക്രൂശിൽ മരിക്കണം എന്ന് പിതാവ് ആഗ്രഹിച്ചപ്പോൾ മരണത്തിനായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത പുത്രൻ. അപ്പോ നമ്മളുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഇഷ്ടങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ ഒരു മരണം നമ്മളിൽ ഉണ്ടാകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ മരണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ഒരു പ്രമാണം, പാപത്തിന്റെ ഒരു ശക്തി, നമ്മൾ നിയന്ത്രിക്കുന്ന ഒരു ശക്തി നമ്മളിൽ നിന്നും നീങ്ങിപ്പോകത്തുള്ളൂ. അങ്ങനെ നീങ്ങിപ്പോകുന്ന വ്യക്തിയിൽ മാത്രമേ അനുസരണം ഉണ്ടാകത്തുള്ളൂ, അഥവാ വചനത്തിന്റെ ജീവനും വിശുദ്ധിയും ഒക്കെ വെളിപ്പെട്ടു വരത്തുള്ളൂ. അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? പിതാവായ ദൈവം എന്ത് ചെയ്തു? ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. കണ്ടോ? സകല നാമത്തിലും മേലായ നാമം നൽകി. നോക്കൂ നിങ്ങൾ, യേശുവിനെ എന്തിനാ ഏറ്റവും ഉയർത്തി എന്ന് പറയുന്നത്? നമ്മൾ ഓരോരുത്തരെയും ദൈവം ആഗ്രഹിക്കുന്ന ആ അതിശ്രേഷ്ഠ പദവിയിലേക്ക് നമ്മളും ഉയർത്തപ്പെടണം. അങ്ങനെ നാം ഉയർത്തപ്പെടണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കടന്നു പോകേണ്ടത്, ഏത് സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകേണ്ടത് നാം മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്തായിരുന്നു ക്രിസ്തുയേശുവിലുള്ള ഭാവം എന്ന് വെളിപ്പെടുത്തി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ എൻ്റെ നാളുകളെ എണ്ണാൻ എന്നെ ഉപദേശിക്കണമേ. പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ വളരെ ക്ഷണികമായിട്ടുള്ള ഒരു ജീവിതമാണ് ഈ ഭൂമിയിലുള്ളത്. ഇരുപങ്ക് ആളുകൾ അത് ചിന്തിക്കുന്നില്ല. മനുഷ്യർക്ക് ഏറ്റവും ഭയമുള്ളതും കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒന്നാണ് എന്ത്? മരണത്തെ കുറിച്ച് പറയാൻ. അല്ലേ? കാരണം ജനിക്കുന്ന ഒരു വ്യക്തി മരണത്തിലേക്കാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറഞ്ഞൊരു വ്യക്തിയാണ് മോശെ. ഒരു സ്നേഹിതനെ പോലെ സംസാരിച്ചവനും ദൈവത്തിന്റെ അരുളപ്പാടുകൾ നമുക്ക് നൽകി തന്നവനും ഒക്കെയാണ് മോശെ. ആ മോശെ പറയാ, എൻ്റെ നാളുകൾ എണ്ണുവാൻ എനിക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം നൽകണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഒരു യഥാർത്ഥത്തിൽ ജ്ഞാനമുള്ള ഒരു വ്യക്തി തിരിച്ചറിയും വളരെ ക്ഷണികമായിട്ടുള്ളൊരു ജീവിതമാണ് ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്നത്. അങ്ങനെ അത് ക്ഷണികമാകാനുള്ള കാരണം എന്ന് പറയുന്നത് പാപമാണ്. പാപത്താലാണ് എന്ത് വന്നത്? മരണം കടന്നു വന്നത്. എന്നാൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്നത് നിത്യജീവനാണ്. മരണമില്ലാത്ത തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ദൈവത്തോടു കൂടെ വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ ഒരുക്കുകയും അതിനായിട്ട് നമ്മളുടെ ദൈവം നൽകി തരുന്ന സമയങ്ങൾ തക്കത്തിൽ വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ പറയാണ്, അല്ലെ, ആളുകൾ എണ്ണുവാനായിട്ട്
എന്ത് ചെയ്യണം, എന്നെ ഉപദേശിക്കണമെന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വരവ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ സാഹചര്യങ്ങൾ അതാ വിളിച്ചു വന്നു. യുദ്ധമുണ്ടാകുന്നു, ക്ഷാമം ഉണ്ടാകുന്നു, ഭൂകമ്പം ഉണ്ടാകുന്നു, ജാതിയോട് എതിർക്കുന്നു, മനുഷ്യ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും ദൂഷകന്മാരും അമ്മയപ്പന്മാരനുസരിക്കാത്തവരൊക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ആ അന്ത്യനാളിൻ്റെ അവസാന നാഴികളിലേക്കൊക്കെ പോകുമ്പോഴുള്ള ലക്ഷണങ്ങളാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഗദ്ഗതപ്പെട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തലകൾ ഉയർത്തി നോക്കി നമ്മളുടെ വീണ്ടെടുപ്പ് അടുത്ത് നിന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? ഒരുങ്ങണം. ആ ഒരുക്കം നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. അങ്ങനെ ഒരുങ്ങിയില്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ ആയിത്തീരുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. 1 കൊരിന്ത്യർ ലേഖനം 2:16 അപ്പൊ ഇങ്ങനെ ഈ ക്രിസ്തുവിലുള്ള ഭാവമുള്ള ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ അതേ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ നമ്മളോട് പറയാണ്, ആ ഭാവം ഒരു വ്യക്തിയെ എന്താക്കിയെടുക്കും? അവിടെ പറയാണ്, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. അത് ആ അവസാനത്തെ വാക്യമല്ലേ, 2 കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 2:16. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം പറയാണ് കേട്ടോ. ഓർത്തുക എളുപ്പമാണ്. 1 കൊരിന്ത്യർ ലേഖനം 2-ന്റെ അവസാനത്തെ വാക്യമാണ്. അവിടെ പറയാണ്, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. കേട്ടോ. അപ്പോ ക്രിസ്തുവേശുള്ള ഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ ഒരു ഭാവം, ആ ഒരു നടപ്പ്, ആ ഒരു അനുസരണമാണ് നമ്മളെ എന്താക്കി തീർക്കുന്നത്? ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാക്കി തീർക്കുന്നത്. നമ്മുടെ മനസ്സിന് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. നമ്മുടെ മനസ്സ് ഭയങ്കര പ്രശ്നമാണ്. എങ്ങനെയാ മനസ്സ് ഇത്ര പ്രശ്നമാകാൻ കാരണം എന്തുവാ? എങ്ങനെയാ കാരണം? അത് ഉൽപ്പത്തി പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് 1-2 വാക്യം എന്ന് വേണമെങ്കിൽ വായിക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മനസ്സ് ഇത്രയും മലിനമായി പോയത്? എന്തുകൊണ്ടാണ് ക്രിസ്തുവേശുവിലുള്ള ഭാവം ഉണ്ടാകണം, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിട്ടൊക്കെ നമ്മൾ മാറണം എന്ന് പറയാനുള്ള കാരണം എന്താ? ഉൽപ്പത്തി പുസ്തകം 2:7 വാക്യം വായിച്ചോട്ടെ. യഹോവയായ ദൈവം ഇരുത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. കേട്ടോ. അപ്പൊ ദൈവം ജീവശ്വാസം ഊതിയപ്പോൾ മനുഷ്യനിൽ ഉണ്ടായ ഒന്നാണ് ദേഹി. മനസ്സിലായോ? ഒരു മനസ്സ്. ദൈവത്തിന്റെ ആ എല്ലാ നിറവും സ്വഭാവവും എല്ലാം ദൈവം മനുഷ്യനിൽ നിറച്ചു. അതാണ് ജീവനുള്ള ദേഹി എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൽ ഇതെല്ലാം ഉണ്ട്. ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ പക്വതയിലേക്ക് വളർന്നു വരുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, ആദ്യത്തെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ അവരിലേക്ക് എന്ത് ചെയ്തു? ആ തൻ്റെ ജീവനെ, തൻ്റെ സ്വഭാവത്തെ ഒക്കെ ദൈവം എന്ത് ചെയ്തു? അതിലേക്ക് പകർന്നു. ജീവനുള്ള ദേഹിയായി തീർന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിലൊരു വാക്യം കാണാൻ പറ്റും. 43:7 വാക്യം. 43:7. എന്താണ് നമ്മൾ ഇത്രയും വചനത്തില്, പുതിയ ഉടമ്പടി പുസ്തകത്തില് ക്രിസ്തുവിലെ ഭാവം ഉണ്ടാകണം, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകണം, ക്രിസ്തുവിനെ പോലെ ആവണം, വചനം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നം മനുഷ്യന്റെ മനസ്സിന് വരാനുള്ള കാരണം എന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കണം. യെശയ്യാ പ്രവാചകൻ 43:7 വാക്യം. എന്റെ നാമത്തിൽ വിളിച്ചു എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. കണ്ടോ, ഇവിടെ നോക്കിയേ, ദൈവം എങ്ങനെയാ സൃഷ്ടിച്ചപ്പോ പറയുന്ന കാര്യം നോക്കൂ. 43:7 പറയാണ്, എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചും ഇരിക്കുന്ന, കണ്ടോ, നിർമ്മിച്ച് ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് കൽപ്പിക്കും. അപ്പോ ദൈവം എന്തിനാ മനുഷ്യൻ സൃഷ്ടിച്ചത്? എന്റെ മഹത്വത്തിനായി, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ് ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചത്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങള്? എന്തിനാ ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചത്? ദൈവത്തിന്റെ മഹത്വത്തിനായി എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടിച്ച ദൈവത്തിന്റെ മഹത്വം ദൈവം സൃഷ്ടിച്ച മനുഷ്യരിൽ കൂടി വെളിപ്പെടുത്തണം. പക്ഷേ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആ മഹത്വം നഷ്ടപ്പെട്ടു. മനസ്സിലായോ? അപ്പോ അത് നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു, ദൈവത്തിന്റെ സ്വഭാവം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട് മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു അനുഭവത്തിലേക്ക്, മരണത്തിലേക്ക് പോകുന്ന വ്യക്തികളായിട്ട് മനുഷ്യൻ എന്ത് ചെയ്തു? മാറി. ആണോ? അതുകൊണ്ടാണ് ഈ ഒരു ബന്ധത്തിൽ തകർന്നു പോയ ഈ മനസ്സിനെ അഥവാ ദേഹിയെ പണിതെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്.
പാപത്തിന്റെ ശിക്ഷയിൽ നിന്നൊക്കെ നമ്മളെ വിടുവിച്ചത്, നമ്മളെ ദൈവം ആഗ്രഹിക്കുന്ന ആ തകർന്നു പോയ ആ ഒരു ശില്പത്തെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു അളവ്, അല്ലെ, സ്വരൂപം വിരൂപമായി ആ വിരൂപതയെ നീക്കി സ്വരൂപത്തോട് അനുരൂപമാക്കുക. ഇത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. മനസ്സ് പുതുക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തികൾ ഓർക്കണം, ഞാൻ ഇപ്പോഴും ആ വിരൂപതയിൽ തന്നെയാണ്. വിരൂപനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും തേജസ്സുള്ള കർത്താവിന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ എന്റെ വിരൂപതകൾ എവിടെ? ഇപ്പൊ വിരൂപതകൾ കിടക്കുന്നത് എന്റെ ദേഹിയിലാണ്, മനസ്സിലല്ലേ? കേട്ടെ, എവിടെ? മനസ്സിലല്ലേ വിരൂപത? പുറമേയൊക്കെ ഭയങ്കരമായിട്ടൊക്കെ പുട്ടിയൊക്കിയിട്ട് അല്ലെങ്കിൽ നല്ലതായിട്ടൊക്കെ വസ്ത്രമൊക്കെ ധരിച്ച് ഒക്കെ വരും, അല്ലെ? അതുകൊണ്ട് തന്നെ വചനം പറയുന്നത്, സ്ത്രീകളോട് പറയുന്നുണ്ട്, അല്ലേ? പുരുഷനോടും സ്ത്രീകളോടൊക്കെ പറയുമ്പോൾ പറയാണ്, നിങ്ങളുടെ അലങ്കാരം തലമുടി പൊന്നുന്നതോ പൊന്നണിയുന്നതോ വസ്ത്രം ധരിക്കുന്നതോ ഇങ്ങനെ പുറമേ ഉള്ളതല്ല, അല്ലെ? അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ. അപ്പോൾ അകമാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു വിശുദ്ധിയിലേക്ക് വരേണ്ടത്. അകമാണ് ദൈവം നോക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം പാപത്താൽ മനസ്സും ഹൃദയവും ചിന്തകളൊക്കെ മലിനമായി പോയി എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയാണ്, 5:23 പറയാണ്, തെസ്സലോനിക്ക ലേഖനം 5:23 അവിടെ പറയാണ്, നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ദേഹവും. കണ്ടോ, 3 വാക്ക് കണ്ടോ അവിടെ. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞത് നിങ്ങളെ സൃഷ്ടിച്ചു, നിർമ്മിച്ചു, ഉണ്ടാക്കി. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞു നിങ്ങൾ ജീവനുള്ള ദേഹിയാണ്. എന്നാൽ പാപം ചെയ്തപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയാണ്, ആ ക്രിസ്തുയേശുവിലുള്ള ഭാവത്തിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത്. അങ്ങനെ ഒരു വിളി ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വിളി വചനം കേൾക്കാനായിട്ട് നമ്മൾ വിളിച്ചു. ആ വിളി നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ ആ തേജസ്സിനെ തിരികെ നൽകുന്ന ഒരു ദൈവപ്രവൃത്തി അവനിൽ ആരംഭിക്കുകയാണ്. അപ്പോ ആ ദൈവപ്രവൃത്തി നമ്മളിൽ ദൈവം ഓരോ ദിവസവും ചെയ്തെടുക്കുകയാണ്. അതാണ് തെസ്സലോനിക്ക ലേഖനം 5:23 എന്ന് വായിച്ചാട്ടെ. 1 തെസ്സലോനിക്ക ലേഖനം 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിത്യമായി വെളിപ്പെടും കണ്ടും കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ നോക്കിയേ, അടുത്ത വാക്യോടി. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. നിങ്ങൾ ഈ വചനമൊക്കെ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അത് ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടില്ല. നോക്കിയേ, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. അപ്പോൾ ദൈവം ഇത്ര കൃത്യതയോടുകൂടെ പരിശുദ്ധാത്മാവിൽ വചനം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ആവശ്യകത, ദൈവം എന്തുകൊണ്ടാണ് ഇത്ര കൃത്യതയോടുകൂടി ഇത് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ഒരൊറ്റ ലംഘനത്താൽ എന്തുമാത്രം മലിനതകളും നാശവും മനുഷ്യന് വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അവന്റെ പ്രാണൻ നഷ്ടപ്പെട്ടു പോയി, അവന്റെ സ്വഭാവം നഷ്ടപ്പെട്ടു പോയി, അവന്റെ ശരീരത്തിൽ ദ്രവത്വം വന്നു, അവന്റെ ചിന്തകൾ മലിനമാക്കപ്പെട്ടു, ആത്മസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി, ദൈവമായിട്ടുള്ള സംസർഗം നഷ്ടപ്പെട്ടു പോയി. കേട്ടോ, എന്നാൽ ഇതിനെല്ലാം തിരികെ നൽകി ആ വിരൂപതകളെല്ലാം മാറ്റി ആ പുത്രനായ യേശുവിന്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപമാക്കിയെടുക്കുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിയാണ് ഈ ദൈവവചനത്തിന്റെ ഓരോ വാക്കുകളിലും നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വചനം നമ്മൾ ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ഇതിനോടുള്ള വലിയൊരു ദാഹം നമ്മളിൽ എന്ത് ചെയ്യണം? വർദ്ധിച്ചു വരണം. അതുകൊണ്ട് ഇവിടെ പറയുന്നത് നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ദേഹവും. കേട്ടോ, അപ്പോൾ കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടാണ് കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നത്. പക്ഷെ ആ കണ്ണിമയ്ക്ക് രൂപാന്തരപ്പെട്ട് തേജസ്സിലേക്ക് എടുക്കുമ്പോൾ ആ ശരീരത്തിന് വരുന്നൊരു മാറ്റം എന്ന് പറയുന്നത് തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരമാണ്. മനസ്സിലായോ? ദൈവത്തോടു കൂടെ വസിക്കത്തക്ക രീതിയിൽ യോഗ്യമാക്കപ്പെട്ട ഒരു ശരീരമായിട്ട് അത് മാറുകയാണ്. എപ്പോൾ? ഈ ഭൂമിയിലെ ഇന്നുള്ള ഓരോ ദിവസത്തെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് കർത്താവ് പണിതെടുക്കുന്നത്. അതുകൊണ്ട് വചനം കർത്താവ് പറയുന്നുണ്ടല്ലോ, ഒരു ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതിയെന്ന്. ഈ ഒരു ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ പലവിധമായ അസ്വസ്ഥതകളുണ്ടാകും. എന്നാൽ കർത്താവ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും അവൻ അളവറ്റ കൃപ നമ്മുടെ മേൽ പകരുന്നത് കൊണ്ടും നമ്മൾ ചോദിക്കുന്നതിന് നിനക്കുന്നതിൽ അത്യന്തപരമായി നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തി കൊണ്ട് നമ്മളെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മളെ ഒരുക്കി കൊണ്ടുവരും. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടതുപോലെ ജീവനുള്ള ദേഹിയായിരുന്നു, പക്ഷേ പാപം ചെയ്തപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി. യെശയ്യാപ്രവാചനത്തിൽ പറയാണ്, അവൻ നമ്മളെ സൃഷ്ടിച്ചു നിർമ്മിച്ചുണ്ടാക്കി. എന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയത്. അങ്ങനെയെങ്കിൽ ആ മഹത്വത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പ്രവേശിക്കപ്പെടണം. അതിന് പരിശുദ്ധാത്മാവ് പുതിയ ഉടമ്പടി പുസ്തകത്തിൽ ലേഖനങ്ങളിൽ കൂടി
വീണ്ടും ജനനം പ്രാപിച്ച ഓരോ ദൈവമക്കളോടും പറയുമ്പോൾ പറയാണ് നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ദേഹവും. കേട്ടോ, അപ്പോൾ നമ്മൾ ആത്മാവും പ്രാണനും ദേഹവും, ശരീരത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം. നമുക്ക് തോന്നുന്ന പോലെ നടക്കാൻ പറ്റത്തില്ല. നമ്മുടെ മനസ്സിനെ പുതുക്കണം. ദൈവമില്ലാത്ത വഴികളിലും കൂട്ടുകെട്ടുകളിലും ബന്ധങ്ങളിലും രസത്തിലും നമുക്ക് പോകാൻ പറ്റത്തില്ല. മനസ്സിലായോ? നമ്മുടെ ആത്മാവ്, നമ്മുടെ പ്രാണൻ. കാരണം അങ്ങനെ പോയാൽ ആത്മാവിൽ എന്തായി തീരും? കന്മഷമായി തീരും. 2 കൊരിന്ത്യർ ലേഖനം 7:1 വായിച്ചു നോക്കൂ. ഇങ്ങനെ നമ്മൾ നടന്നാൽ, എന്തെങ്കിലും ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. കേട്ടോ, ഇതിന് തൊട്ട് മുകളിൽ 6-ാം അധ്യായത്തിന്റെ അവസാനത്തിലാണ് നമുക്കുള്ള ഈ അതിശ്രേഷ്ഠ പദവി വരുന്നത്. കേട്ടോ, നിങ്ങൾ 18-ാം വാക്യം, നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. 17-ാം വാക്യത്തിൽ പറയാണ്, ആകയാൽ അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. കേട്ടോ, എന്ന് ആരാ പറയുന്നത്? ആ 6-ാം അധ്യായത്തിന് അവസാനത്തെ വാക്യം ഒന്ന് വായിച്ച് 17-ഉം 18-ഉം വായിച്ചിട്ട്. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർവിട്ടിരിപ്പിൻ എന്ന് കർത്താവ്. ആരാരും ചെയ്യുന്നത്? കർത്താവ് അരുളി ചെയ്യാണ്. ആരെ അവരെന്ന് പറഞ്ഞാൽ, മുകളിൽ നിങ്ങൾ ഇനി പിന്നെ വീട്ടിൽ ചെന്നിട്ടൊക്കെ വായിക്കണം എന്ന് പറഞ്ഞാൽ, ദൈവഹിതമല്ലാത്ത കൂട്ടുകെട്ടുകൾ, ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ, ചേർച്ചയില്ലാത്ത നടപ്പുകൾ, മനസ്സിലായോ? വിഗ്രഹത്തിന്റെ ആരാധന, വിഗ്രഹാർപ്പിത ഭക്ഷിക്കാൻ പോവുക, അല്ലെങ്കിൽ നമ്മുടേതായ ഇഷ്ടങ്ങളിലേക്ക്, ഇങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ നിന്നും വേർപെട്ടിരിക്കണമെന്ന് ആരാ പറയുന്നത്? കർത്താവ് പറയാണ്. കേട്ടോ, എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നിട്ട് അശുദ്ധമായത് ഒന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യും. 2 പ്രാവശ്യം പറയണേ, കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാ സർവശക്തനായ കർത്താവ്. വെറുതെ ആരെങ്കിലും പറയല്ല, പൗലോസ് പറയുന്നല്ലത്, സർവശക്തനായ കർത്താവാണ് അരുളി ചെയ്യുന്നത്. അതാണ് നമ്മൾ കാണേണ്ടത്. കേട്ടോ, അങ്ങനെ അപ്പൊ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ നീക്കി കളഞ്ഞെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഒരു അനുഭവത്തിലേക്ക് നാം നയിക്കപ്പെടത്തുള്ളൂ. ഇനി അങ്ങനെ ചെയ്യാതിരുന്നാൽ, ഏത് അശുദ്ധമായതൊക്കെ തൊട്ട് ദൈവമല്ലാത്ത, കേട്ടോ, 14-ാം വാക്യം 15-ാം വാക്യം ഒന്ന് വായിച്ച്, 14-15 ഒന്ന് വായിച്ച്. അതേ പുസ്തകം തന്നെ 6-ന്റെ. അപ്പൊ ഒന്നാമത്തെ കാര്യം ഇതാണ്, അവിശ്വാസികളായി ഇണയില്ല പിണ കൂടരുത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിശ്വാസികളോട് മിണ്ടരുതെന്നോ അവരുമായിട്ട് വർത്തമാനം പറയരുതെന്നാണ് അർത്ഥം. അല്ല, എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ദൈവിക മൂല്യങ്ങളെ, ജീവനെ നഷ്ടപ്പെടുത്തുന്ന ഒരു ബന്ധവും പാടില്ല എന്നേ പറഞ്ഞാൽ അർത്ഥം. മനസ്സിലായോ? ഇതെല്ലാം വശീകരണത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നമ്മുടെ സോളിനെ വലിച്ചുകൊണ്ട് പോകും. ഈ അവിശ്വാസികളുമായിട്ടുള്ള ബന്ധം സോളിലാണ് സംഭവിക്കുന്നത്. നമ്മളോട് നടക്കാൻ പറയുന്ന ആത്മാവിലാണ്. അപ്പോൾ മനസ്സിനെ പുതുക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്ന അവസരങ്ങളെ മനസ്സിലാക്കി പുതുക്കേണ്ട സമയത്ത് പുതുക്കാതെ മനസ്സിനൊത്തവണ്ണം പോയി കഴിഞ്ഞാൽ, അതാണ് ഈ ഇണയില്ല പിണ കൂടരുതെന്ന് പറഞ്ഞതിന് അർത്ഥം. മനസ്സിലായോ? അവിശ്വാസികളുമായി നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച എന്ന് പറഞ്ഞാൽ, ദൈവം നീതീകരിച്ചു, നമ്മള് അധർമ്മത്തിലല്ല നമ്മൾ പോവേണ്ടത്. കണ്ടോ, നമ്മളെങ്ങനെ പോകേണ്ടത്? നമ്മൾ ദൈവനീതികളെ വിശ്വാസത്താൽ നമ്മളെ നീതീകരിച്ചു. റോമാലേഖനത്തിൽ പറയുന്നുണ്ട് 5-ാം അധ്യായത്തിൽ 1-ാം വാക്യം, വിശ്വാസത്താൽ നീതീകരിച്ചിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. അങ്ങനെ ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുവന്ന നിങ്ങൾ ഇനി എങ്ങനെ അധർമ്മത്തിലേക്ക്, എങ്ങനെ അവിശ്വാസത്തിലേക്ക്, എങ്ങനെ ദൈവനീതിക്ക് നിരക്കാത്തൊരു ജീവിതം ജീവിക്കും എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അടുത്തത്, അപ്പോ ഇവിടെ നമ്മൾ ഇരുളായിരുന്ന നമ്മളെ വെളിച്ചത്തിൽ നിന്നും ഇരുളിൽ നിന്ന് നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. അതാ ദൈവത്തിന് പറഞ്ഞത്, അന്ധകാരത്തിൽ നിന്നല്ലയോ നിങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നത്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നല്ലയോ നിങ്ങളെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കിയത്. പിന്നെയും നിങ്ങൾ ഇരുട്ടിൽ പോയി, അല്ലെങ്കിൽ ഇരുട്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവമല്ലാത്ത ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, നടപ്പുകൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന സംസാരങ്ങൾ, പൊട്ടച്ചൊല്ലുകൾ, കളിവാക്കുകൾ ഒക്കെ ഈ പറയുന്ന കാര്യമാണ്. കേട്ടോ, അവിടെ ചോദിക്കുക, വെളിച്ചവും ഇരുളും തമ്മിൽ എന്തൊരു ചേർച്ചയുള്ളത്? കേട്ടോ, വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മയുള്ളത്? അടുത്ത 15-ാം വാക്യം, എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പിശാചിന്റെ മക്കളായിരുന്നു. കർത്താവ് പറഞ്ഞില്ല അങ്ങനെ, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, അവന്റെ ഇഷ്ടം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മൾ ആ അധികാരത്തിൽ നിന്നും മാറി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നമ്മൾ ആരായിത്തീർന്നു? കാൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി.
അപ്പോൾ അങ്ങനെ ദൈവത്തെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കിയാൽ നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീർന്നു. അങ്ങനെയായ നമ്മൾ ഇനി പിശാചിന് അവകാശം കൊടുത്തുകൊണ്ടാണോ ബലിയാൽ എന്ന് പറഞ്ഞതാണ് പിശാചിന്റെ തന്ത്രങ്ങളിൽ അറിയാതെ അവന് വിധേയപ്പെട്ടുകൊണ്ടാണോ ഇനിയും നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അടുത്ത വാക്യം അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോ. കണ്ടോ, വിശ്വാസിയും അവിശ്വാസിയുമായിട്ട് ഒരു ഓഹരിയുമില്ല. കാരണം അത് ഇരുളും നാം വെളിച്ചമാണ്. നമ്മൾ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കത്തില്ല. കർത്താവ് എന്ത് ചെയ്തു? അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ദൈവം എന്ത് ചെയ്തു? ദൈവം തന്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ ശിക്ഷിക്കാതെ വിട്ടു. ഇനി നമ്മുടെ ഉത്തരവാദിത്വമാണ് വിളിച്ച വിശുദ്ധനത്തോടെ എല്ലാ നടപ്പിലും വിശുദ്ധിയുള്ള മക്കളായി നടക്കുക എന്നുള്ളത്. എന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അതിലേക്ക് വേറൊരാൾക്കും കടന്നു വരാൻ പറ്റത്തില്ല. അത് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ മാത്രം തീരുമാനമാണ്. നമ്മൾ ആ ഉറച്ച തീരുമാനത്തിലാണ് ആ ദൈവം പറയുന്ന ഒരു ആഗ്രഹം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. 16 വാക്യം. കണ്ടോ, ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. ഇത് പറഞ്ഞപ്പോ നിങ്ങൾ ചിന്തിച്ചില്ല നമ്മൾ വിഗ്രഹങ്ങളൊന്നും ആരാധിക്കുന്നില്ലല്ലോ എന്ന്? ഇല്ലേ, ചിന്തിച്ചില്ലേ? പക്ഷെ എന്തോ വിഗ്രഹം അവിടെ? ദൈവത്തെക്കാൾ അധികം പ്രാധാന്യം കൊടുക്കുന്ന എന്ത് ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടോ അത് വിഗ്രഹമാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്നെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ മക്കളെയോ വസ്തുവകളെയോ മറ്റെന്തിനേയും സ്നേഹിക്കുന്നതിന് എനിക്ക് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അതെല്ലാം നിന്റെ ഹൃദയത്തിൽ വിഗ്രഹമായിരിക്കുകയാണ്. ആ വിഗ്രഹങ്ങളെല്ലാം നീക്കിക്കളഞ്ഞിട്ട് അവിടെ യേശുവിനെ കർത്താവായി എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലുള്ള സ്നേഹത്താൽ നിറയപ്പെട്ട് ഒരു വ്യക്തി ക്രിസ്തുവിൽ വളരാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിനുള്ള സ്നേഹ വ്യക്തിയിൽ നിറയത്തുള്ളൂ. മനസ്സിലായി? വേറെ ഏതെങ്കിലും വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഗ്രഹം ആ വ്യക്തിയെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. അതുകൊണ്ട് ഒരു വിഗ്രഹവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത്. ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും നമ്മൾ കർത്താവിന് കൊടുക്കണം. അങ്ങനെ പറഞ്ഞിട്ട് പറയാണ് ഇതൊക്കെ നിങ്ങൾ വിട്ടു കളഞ്ഞാൽ. വായിച്ചേട്ടാ, താഴെ കൂടി വായിച്ചേട്ടാ. അപ്പൊ അതിന്റെ ഒരു കൺക്ലൂഷൻ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. നോക്കി, അവിടെ പറയുന്ന നോക്കി, ഇത് പഴയ ഉടമ്പടി പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. അവിടെ പറയുന്നത് ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്നാ പറഞ്ഞത്. എന്നിട്ട് താഴേക്ക് വായിക്കുമ്പോ 18 വാക്യത്തിൽ വായിച്ചേ, നമ്മളോട് പറയുമ്പോ എന്താ പറയുന്നത് നോക്കിയേ. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രിമാരുമായി. കേട്ടോ, നമ്മൾ പിതാവും പുത്രനും പുത്രിപുത്രന്മാരായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് നമ്മൾ മറന്നു പോകരുത്. കണ്ടോ, അങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം എന്ത് ചെയ്യണം? ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. കേട്ടോ, അപ്പോ ഇങ്ങനെ ആ ഒരു ദൈവഹിതത്തെ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ മനസ്സിനെ പുതുക്കിയില്ല എങ്കിൽ എന്തായിത്തീരും? ആത്മാവിൽ കന്മഷമായി തീരും. ആത്മാവിൽ കന്മഷമായി തീർന്നാൽ ദൈവത്തിന്റെ ആത്മാവിന് നയിക്കപ്പെടാൻ പറ്റത്തില്ല. കാര്യങ്ങൾ ദൈവം കാണുന്ന പോലെ കാണാൻ പറ്റത്തില്ല. നിങ്ങൾ നോക്കി ഇരുട്ട് കയറി വന്നു കഴിഞ്ഞാൽ ആ ഇരുട്ടിലിരിക്കുന്ന വ്യക്തികൾക്ക് വല്ലതും കാണാൻ പറ്റും? ഒന്നും പറ്റത്തില്ല. അപ്പൊ അതാണ് ഈ കന്മഷം എന്ന് പറയുന്നത്. ആത്മാവിൽ കയ്പ്, പക, വെറുപ്പൊക്കെ മനസ്സിൽ കയറി അതിനെ തിരുത്തിയില്ലെങ്കിൽ ആത്മാവ് കന്മഷമായി തീരും. പറഞ്ഞതിന്റെ താല്പര്യം, അവിടെ ഉണ്ടായിരുന്ന വെളിച്ചം, അവിടെ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ സ്നേഹം, അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധി, അവിടെ ഉണ്ടായിരുന്ന തീഷ്ണത, ഇതേ പറയുന്നു, ഇതൊക്കെ പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്. അതാണ് ഈ കന്മഷം എന്ന് പറയുന്നത്. അപ്പോൾ വചനം കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? യേശുവിനെ കർത്താവായി ഹൃദയങ്ങളിൽ വിശുദ്ധീകരിക്കുന്നത് പത്രോസ് പറഞ്ഞ പോലെ, കർത്താവ് എന്തെങ്കിലും കന്മഷം എൻ്റെ ആത്മാവിൽ നിറയത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയോ നിന്ദിക്കുകയോ എതിർക്കുകയോ കെടുക്കുകയോ ചെയ്യും. അതാണ് ഈ കന്മഷം എന്ന് പറയുന്നത്. ഉണ്ടെങ്കിൽ കർത്താവ് എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ മനസ്സിൽ കിടക്കുന്ന മലിനതകൾ, വിരൂപതയുള്ള സ്വഭാവങ്ങളൊക്കെ നീക്കണം കർത്താവേ, എൻ്റെ മനസ്സിനെ പുതുക്കുവാൻ എന്നെ സഹായിക്കണമേ, ക്ഷമിക്കാനും മറക്കാനും പൊറുക്കുവാനുള്ളൊരു ഹൃദയം എനിക്ക് നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയും ആ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ നടത്തുകയും ചെയ്യും. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3:7 വായിക്കാൻ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. ഉൽപ്പത്തി 3:7. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. അവിടെ നോക്കിയാ കണ്ടോ, 2:25 വായിക്കാം. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല. നോക്കി, 2 വാക്യങ്ങൾ, ഒന്ന് 3:7, 2:25. 2:25 പറയാണ് അവർ ഇരുവരും നഗ്നരായിരുന്നു, പക്ഷെ അവർക്ക് നാണം തോന്നിയില്ല. പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവ തേജസ്സിനാൽ അവരെ നിറച്ചിരുന്നു. അവർ ഒരു ഗോഡ്ലി സെന്റേഡ് ആയിട്ടുള്ള
ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലായിരുന്നു അവരെന്ത് ചെയ്യുന്നത്, ജീവിച്ചിരുന്നത്. മനസ്സിലായോ? ദൈവ തേജസ് അവരിൽ ഉണ്ടായിരുന്നു. അവർ സെൽഫ് സെന്റേഡ് അല്ല, ഗോഡ്ലി സെന്റേഡ്. എന്നാൽ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ. മനസ്സിലായോ? എന്നാൽ 3:7 അവരെന്ത് ചെയ്തു? പാപം ചെയ്തു. പാപം ചെയ്ത് എന്ത് സംഭവിച്ചു? അവരുടെ കണ്ണു തുറന്നു, അവർ സ്വയബോധത്തിലേക്ക് തിരിഞ്ഞു. മനസ്സിലായോ? ദൈവ തേജസ് നഷ്ടപ്പെട്ടു. നിങ്ങളിത് മനസ്സിലാക്കണം, ഇതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ കാണാൻ ഇനി അവർക്ക് ഒരിക്കലും പറ്റില്ല. അവരുടെ മനസ്സിൽ അവരുടെ ആത്മസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി. മനസ്സ് കുരുടായി. അവരിലേക്ക് അശുദ്ധാത്മാക്കളുടെ സാന്നിധ്യം കയറി. പറയുമ്പോൾ ഒരു ഒറ്റ കാര്യമല്ലേ ചെയ്തുള്ളൂ, ഒരു ഫ്രൂട്ട് പൊട്ടിച്ച് തിന്നല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ എത്ര നല്ല വെള്ളം നിറച്ച ജാറാണെങ്കിലും അതിലേക്ക് മലിനതയുള്ള ഒരു സംഭവം വന്ന് വീണാൽ അത് ഇച്ചിരിയല്ല വെള്ളമാവുന്നത്, മുഴുവൻ അത് മലിനമാകും. ഇതുപോലെ ഒരൊറ്റ കൽപ്പനയുടെ ലംഘനം ദൈവ സാന്നിധ്യവും ദൈവ തേജസ്സും വിശുദ്ധിയും എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അവരെ കണ്ണു തുറന്നു. അവർക്ക് ഇനി ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ കാണാൻ പറ്റാത്തൊരവസ്ഥയായി. എന്നാൽ ദൈവത്തോട് ചേർന്ന് നടന്ന ആ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ പറയാണ്, അവർ നഗ്നരെന്ന് അവർക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? ദൈവം അവരെ തേജസ്സും ബഹുമാനവും അവരെ അണിയിച്ചിരുന്നു. ദൈവ തേജസ്സിനാലാണ്, തേജസ്സിന്റെ വസ്ത്രമാണ് ദൈവം അവരെ ഉടുപ്പിച്ചിരുന്നത്. എന്നാൽ പാപം ചെയ്തപ്പോൾ തേജസ്സിന്റെ വസ്ത്രം നീങ്ങിപ്പോയി. അവർ അത്തീല കൊണ്ട് വസ്ത്രം തുന്നിയെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? അതിനർത്ഥം എന്തുവാ? അവർ സെൽഫ് സെന്റേഡായി. മനസ്സിലായോ? എന്നാൽ അവിടെ നിന്ന് ദൈവം എന്താ ചെയ്യുന്നത്? അവരെ മാറ്റിയിട്ട് ദൈവത്തിന്റെ ഹിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതൊരു ചെറിയൊരു പദ്ധതിയല്ല, അത് വലിയൊരു പ്രൊജക്റ്റാണ്. ഉൽപ്പത്തി തൊട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ദൈവത്തിന്റെ ആ പദ്ധതി. മനസ്സിലായോ? ക്ഷമയോടെ ദൈവം മനുഷ്യനെ നോക്കിക്കൊണ്ടിരിക്കുന്നതും കരുതുന്നതും പ്രവാചകന്മാർ മുഖാന്തരം ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് വരുന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മരണത്തെക്കുറിച്ചാണ് എഫേസ്യ ലേഖനം 2:1 ഒരു വാക്യം പറയുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ കണ്ണു തുറന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പറയുന്നത്. എഫേസ്യ ലേഖനം 2:1 അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു. അതാണ് മനുഷ്യൻ സംഭവിച്ചത്. അതാണ് മരണം എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആ മരണം എന്ന് പറയുന്നത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? അവിടെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയിർപ്പിച്ചു. കണ്ടോ? ദൈവിക ജീവനെ നൽകി തന്നു എന്ന് പറയുന്നുണ്ട്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയിർപ്പിച്ചു. കേട്ടോ? ഉയിർപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയെന്ന്. മനസ്സിലായോ? എന്നിട്ട് ഉയിർപ്പിച്ചിട്ട് എവിടെ ഇരുത്തി? നമ്മളെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി, പുത്രനോടുകൂടി ഇരുത്തി. എന്തിനാത്? ഇനി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ പദവി എന്താണ്, നിങ്ങൾ എന്തിനാണ് വിളിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുത്തിയത്. മനസ്സിലായോ? ഒരു പുതിയൊരു ജോലിയൊക്കെ ലഭിക്കുമ്പോൾ അവരെ സീറ്റിൽ കൊണ്ട് ഇരുത്തിയിട്ട് പറയും, നിങ്ങൾ ഇന്നു മുതൽ ഈ സ്ഥാനത്താണ് ഇരിക്കേണ്ടത്, നിങ്ങളുടെ പദവി ഇതാണ്, നിങ്ങൾ ഇങ്ങനെ പോലെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, അല്ലെ? പലരും വലിയ ശ്രേഷ്ഠമായിട്ടുള്ള പദവിയിലൊക്കെ കൊണ്ടിരുത്തിയിട്ട് അവർ ആ പദവിക്കൊത്തവണ്ണം കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ പലപ്പോഴും അവരുടെ സീനിയേഴ്സൊക്കെ അവരെന്ത് ചെയ്യും? പറഞ്ഞു തിരുത്തും. നിങ്ങളുടെ പദവി ഇതാണ്, നിങ്ങൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ കാണേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയത്തില്ലേ? ഇതുപോലെ നമ്മൾ ഈ ലോകത്തുള്ളവരായിരുന്നു, ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് നടന്നവരായിരുന്നു. നമ്മൾ എന്ത് ചെയ്ത്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മളെ പാപക്കറകളൊക്കെ കഴുകിക്കളഞ്ഞിട്ട് ദൈവം ചെയ്ത് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തി. പിന്നെ നിങ്ങൾ സ്വർഗീയ പൗരന്മാരാണ്. ഉയരത്തിലുള്ളതാണ് ചിന്തിക്കേണ്ടത്. പിതാവിനെ പ്രസാദിപ്പിക്കുന്ന ജീവിതം ജീവിക്കേണ്ടത് നമ്മുടെ ഉള്ളത്തിലൊരു വലിയ ബോധ്യം നൽകിയാണ്. മനസ്സിലായോ? എഫേസ്യ ലേഖനം 2:3 വായിക്കുമ്പോൾ അവിടെ ഇതിന്റെ അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അതോടൊക്കെ അവരുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മനുഷ്യനെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. നമ്മൾ ആദ്യം കുറുവാക്കം വായിച്ചത് എന്താ? ക്രിസ്തുയേശുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മൾ ഓരോ സാഹചര്യങ്ങളുടെ നടുവിലും നമ്മളെ തന്നെ എണ്ണണം. ഞാൻ ആ പഴയ അവസ്ഥയിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു, എന്നെ സ്നേഹസുരനെ പുത്രന്റെ രാജ്യത്തിലാക്കി. ഇനി ഞാൻ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ടല്ല ഇനി ഞാൻ നടക്കേണ്ടത്. എന്നെ വിളിച്ച വിശുദ്ധിനൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധിയുള്ളവരായിട്ട് നമ്മൾ ഇരിക്കണം. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുമെന്ന് അരുളി ചെയ്ത്. അപ്പൊ ഈ ഒരു അനുഭവത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ജീവിക്കേണ്ടത്. ഈ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ കുറെ മുൻപേ എന്നുള്ളത് കാണാം. അവയിൽ നിങ്ങൾ മുൻപേ, അവരുടെ ഇടയിൽ എല്ലാവരും മുൻപേ. കണ്ടോ? എന്ന് പറഞ്ഞാൽ പഴയ കാര്യത്തെ ഓർമ്മിപ്പിക്കുകയാണ്.
13-ാം വാക്യത്തിൽ പറയുമ്പോൾ മുമ്പേ നിങ്ങൾ ദൂരസ്ഥരായിരുന്നു. 11-ാം വാക്യത്തിൽ പറയാ ആകയാൽ നിങ്ങൾ പ്രകൃതിയാൽ ജാതികളായിരുന്നു. കണ്ടോ, മുമ്പേ. അപ്പോൾ ഇത് നമ്മൾ ഓർക്കണം, ഞാൻ മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്. ഇത് മുമ്പേ നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടല്ലേ. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അത് നോക്കാതെ ഇത് വായിച്ചുകൊണ്ട് പോയിട്ടൊരു കാര്യമില്ല. മനസ്സിലായോ? എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ സമർപ്പിക്കണം. കർത്താവെ, നിന്റെ കരങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, നിന്നെ അതിനെ സഹായിക്കണം. ഞാൻ പോലും അറിയാതെ മുമ്പേ നടന്നിരുന്ന ആ മനസ്സിനൊത്തവണ്ണം പോകുവാൻ പിശാച് എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതകൾ വരുമ്പോൾ എനിക്കതിനെ ജയിക്കാൻ പറ്റുന്നില്ല. കർത്താവെ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ ആ പാപ സ്വഭാവങ്ങളെ ഏറ്റുപറയുന്നു. കർത്താവെ, ആ മുമ്പേ ഉണ്ടായിരുന്ന ആ മുറുകെ പറ്റുന്ന പാപങ്ങൾ എന്നെ വശീകരിക്കുന്നു. മുമ്പേ ഉണ്ടായിരുന്ന ഇഷ്ടങ്ങളിലേക്ക് സാത്താൻ എന്നെ വശീകരിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവെ, ആ ഇഷ്ടങ്ങളെ ഞാൻ ക്രൂശിക്കുന്നു, അതിനെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാനായിട്ട് എന്നെ സഹായിക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നമ്മളെ സഹായിക്കും. നമ്മൾ മനസ്സ് പുതുക്കാനായിട്ട് നമ്മളെ സഹായിക്കും. മനസ്സിലായോ? അങ്ങനെ പിശാച് മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൈൻഡിലാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിയാൻ എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കണം. മനസ്സിലായോ? റോമലേഖനം 12 നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ഒരു ദൈവഹിതമുണ്ട്. അതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വ്യക്തി മനസ്സിനെ പുതുക്കണം. വചനം കേൾക്കുമ്പോൾ മനസ്സ് പുതുക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും ദൈവഹിതത്തിലേക്ക് വളർന്നു വരാനായിട്ട് പറ്റത്തില്ല. കാരണം സാഹചര്യങ്ങളാണ് നമ്മളെ ഓരോ തെറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ അതേ സാഹചര്യങ്ങൾ തന്നെയാണ് നമ്മളെ കർത്താവിൻ്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപമാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കയറി വരണം. കാരണം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഒരു വാക്യം കർത്താവ് പറയുന്നുണ്ട്. നോക്കിയാട്ടെ, 6:5. മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും. അപ്പൊ ഇങ്ങനെ കർത്താവിനോട് ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഈ കാര്യം ഓർക്കണം. എന്താ ഓർക്കേണ്ടത്? മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങൾ എല്ലായ്പ്പോഴും ദോഷമുള്ളതാണ്. ഈ ദോഷമുള്ള മനസ്സിനെ പുതുക്കണം. ഇതും എൻ്റെ ഉള്ളിലുണ്ട്. കർത്താവ്, ഇപ്പോൾ ഞാൻ ചിന്തിച്ച ചിന്ത, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, ഇപ്പോൾ ഞാൻ കാര്യങ്ങളെ കാണും, എങ്ങനെയാണ്? ദോഷമുള്ളതാണോ അതോ ദൈവഹിത പ്രകാരമുള്ളതാണോ? ഇത് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് ദൈവവചനത്തിനൊത്തവണ്ണം ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ മനസ്സിനെ, ഹൃദയ വിചാരങ്ങളെ പുതുക്കണം. അങ്ങനെ പുതുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മളിൽ ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവത്തിൻ്റെ ജീവൻ ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ. മത്തായിയുടെ സുവിശേഷം 5:8 ഒരു വാക്യമുണ്ട്. മത്തായി 5:8 ഗിരിപ്രഭാഷണങ്ങളാണ്. 5, 6, 7 അധ്യായങ്ങളിലൊക്കെ ഗിരിപ്രഭാഷണമാണ്. അതിൽ ഏറ്റവും ആഴത്തിലുള്ളൊരു കാര്യം പറയുന്നതാണ്. മതി. അപ്പൊ ഹൃദയശുദ്ധി ഇല്ലാത്തവർ കാണത്തില്ല. സിമ്പിൾ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാനെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് അതാ പറയാം, ഹൃദയശുദ്ധി ഇല്ലാത്തവർ ദൈവത്തെ കാണില്ലെന്ന് പറയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കർത്താവ് പറഞ്ഞു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ. അതിന് വേറൊരു വശം കൂടി ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. എന്താ അത്? ഹൃദയശുദ്ധി ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ കാണത്തില്ലെന്ന് തന്നെയാണ് പറഞ്ഞതിനർത്ഥം. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും കൃത്യതയോടുകൂടെ ഈ വചനം പറയുന്നത്. വചനത്തിനോടൊന്നും കൂട്ടാതെ കുറയ്ക്കാതെ. കേൾക്കുമ്പോൾ നമുക്ക് അത്ര സുഖമൊന്നും തോന്നുന്നില്ല ഇത് കേൾക്കുമ്പോൾ. കാരണം ഇതൊന്നും നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതല്ല. മറിച്ച് ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ആത്മാവിൽ സന്തോഷമാണ്, മനസ്സിന് ദുഃഖമാണ്. കാരണം എന്താ? മനസ്സ് പുതുക്കണം, വിട്ടുകളയണം, അല്ലേ? മനസ്സിന് അസ്വസ്ഥതയല്ലേ? പക്ഷേ അത് വചനം അനുസരിച്ചാൽ അത് നമ്മൾ എന്തിലേക്ക് നടക്കും? ഹൃദയ ശുദ്ധിയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കാരണം ഈ ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ 2 കൊരിന്ത്യർ ലേഖനം 4:4 എന്ന് വായിച്ചു കഴിഞ്ഞാൽ ഹൃദയശുദ്ധിയുടെ ആവശ്യകത എന്താണെന്ന് അവിടെ ദൈവത്തിന്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തിനാണ് ഇത്ര ഹൃദയശുദ്ധി ആവശ്യം? ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. കേട്ടോ, നമ്മുടെ ഉള്ളിലൊക്കെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമുണ്ട്. അവിടെ മുഴുവൻ വ്യാപരിക്കുന്നത് ഇരുട്ടാണ്, കുരുടാക്കിയിട്ടിരിക്കുകയാണ് പിശാച്. അപ്പോൾ ഈ കർത്താവ് പറഞ്ഞ പോലെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, കർത്താവിനെ കാണും. ആ കർത്താവിനെ കാണാനുള്ളൊരു ആഗ്രഹം ഈ കുരുട്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഇരുട്ടായിരിക്കുന്ന എല്ലാ മേഖലകളെയും വിടുവിച്ച് നമ്മളെ വെളിച്ചത്തിൽ നടക്കാനും ദൈവവചനം അനുസരിക്കുവാനും വിശുദ്ധിയിൽ നടക്കാനുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടാകും. മനസ്സിലായി? അവിശ്വാസികളുടെ മനസ്സ് കുരുട്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ ഒന്നുമല്ല, പുറത്തുള്ളവരല്ല. നമ്മുടെ ഉള്ളിലുള്ള അവിശ്വാസമുള്ള പല മേഖലകളുണ്ട്, വചനം അനുസരിക്കാത്ത പല മേഖലകളുണ്ട്. ആ മേഖലകൾ എന്ത് ചെയ്യണം? അവിടെയൊക്കെ ഏറ്റുപറഞ്ഞ് അവിടെ തിരുത്തി അവിടെ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച്
അവിടെ നമ്മൾ വെളിച്ചത്താൽ നിറയപ്പെടണം. അതിനെയാണ് ക്രിസ്തുവേശുവിലുള്ള ഭാവം ഉണ്ടാകുക പറയും, മനസ്സ് പുതുക്കാൻ പറയണേ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകും. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 1:13 വായിച്ചാൽ ഒരു വാക്യം അവിടെ കാണാം. ഇങ്ങനെ പോകുമ്പോൾ പലപ്പോഴും ഒരു അസ്വസ്ഥതയ്ക്കുണ്ടാകും. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളു. എന്ത് കൃത്യതയോടുകൂടി വചനം പറയുന്നല്ലേ, എന്ത് രസമായിട്ടോ പറയുന്നത് കേട്ടോ. എല്ലാം ഇത് പത്രോസ് പറഞ്ഞത്, ഇതുവരെ പറഞ്ഞത് പൗലോസ് പറഞ്ഞത്. പക്ഷെ അതിന്റെ ഇടയിൽ പത്രോസ് പറഞ്ഞൊരു കാര്യം പറയാണ്. 1 പത്രോസ് 1:13 എന്ത് രസമായിട്ട് പത്രോസ് അത് പറഞ്ഞു. കാരണം ഇത് എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് കൂട്ടിച്ചേർത്തത്. പത്രോസും പൗലോസും ഒക്കെ എഴുതിയെങ്കിലും ആരാണത് പറഞ്ഞതെല്ലാം? ഇതെല്ലാം പറഞ്ഞത് എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയാണ്, ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സ്. ഇതെല്ലാവരുടെ ഹൃദയത്തിലൊന്ന് കയറട്ടെ. എന്നിട്ട് എടുത്ത പുസ്തകം എടുത്ത് എല്ലാവരും 1 പത്രോസ് 1:13. ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മനസ്സ് ഉറപ്പിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. മനസ്സെന്ന് പറയുന്നൊരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ട് നമ്മളിവിടെ നിന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സ് എവിടെയൊക്കെ പോയി. ഏതെല്ലാം രാജ്യങ്ങളിലേക്ക് പോകാം, ചന്ദ്രനിലേക്ക് പോകാം, അല്ലേ? ഏതെല്ലാം രാജ്യങ്ങളിലേക്ക് പോകാം, ഏതെല്ലാം റെസ്റ്റോറൻറ്റിലേക്ക് പോകാം, ഏതെല്ലാം ഭക്ഷണങ്ങൾ, ഇതെല്ലാം പറ്റും. മനസ്സിന് അങ്ങനെയാ. മനസ്സിന് എന്തില്ല? പരിധികളില്ല. മനസ്സിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സുറപ്പിക്കണം. മനസ്സുറപ്പിക്കാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ എവിടെയെങ്കിലും വെച്ച് കെട്ടിവെക്കാൻ പറ്റുമോ? പറ്റത്തില്ല. മനസ്സുറപ്പിക്കാന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ദൈവവചനത്തിന്റെ കേൾവിയിൽ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിനെ പുതുക്കണം. കർത്താവേ, നിന്റെ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള എൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ, എൻ്റെ ഉള്ളിലുള്ള ഇഷ്ടങ്ങൾ, എൻ്റെ ഉള്ളിലുള്ള മോഹങ്ങൾ, എൻ്റെ ഉള്ളിലുള്ള നടപ്പുകൾ, ആഗ്രഹങ്ങൾ, കർത്താവ് ഞാനത് നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അതിനാണ് ഈ ഉറപ്പിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ നമ്മൾ സമർപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെയുള്ള നമ്മളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന, നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഉലയ്ക്കുന്ന ആ ശക്തികൾ നമ്മളെ വിട്ടുപോയിട്ട് ദൈവവചനത്താൽ നമ്മുടെ മനസ്സെന്ത് ചെയ്യാൻ ഉറപ്പിക്കണം. മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി. മനസ്സ് ഉറച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മതമിളകും. മതമിളകുക എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? നമ്മുടെ മനസ്സിലുള്ള രോഷം പുറത്തേക്ക് വരും, മനസ്സിലുള്ള ഇഷ്ടം പുറത്തേക്ക് വരും. ആ ഇഷ്ടത്തിനോട് എതിർത്ത് നിൽക്കുന്ന ആ ഒരു ശക്തി പുറത്തേക്ക് വരും. അതാണ് നിർമ്മതരായിക്കാന്ന് പറഞ്ഞത്. മനസ്സിലായോ? പിടിയിടുന്നത്. കാരണം എൻ്റെ ഇഷ്ടത്തെ അങ്ങ് നീക്കി വയ്ക്കുമ്പോൾ, അതിനങ്ങ് ക്രൂശിക്കുമ്പോൾ, ആ എൻ്റെ അകത്തുള്ള ജഡം അങ്ങ് മാനിഫെസ്റ്റ് ചെയ്യും, പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് നിർമ്മതരായി ഉണ്ടോ. അപ്പോൾ ഇത് നമ്മൾ ദൈവസന്നിധിയിൽ അത് ഏറ്റു പറഞ്ഞ് ക്ലിയർ ആയെങ്കിൽ മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. മനസ്സിലായോ? നിർമ്മതരായി. അടുത്തത്, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിങ്കൽ. ഇപ്പോഴൊന്നുമല്ല, അത് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിങ്കൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. അപ്പൊ ഇതെല്ലാം ഇന്ന് നമ്മൾ ഈ മനസ്സ് പുതുക്കുന്നതും, നമ്മൾ മുകളിൽ തൊട്ട് പറഞ്ഞതുപോലെ പലതും വേണ്ടാന്ന് വെക്കുന്നതും, ഹൃദയം വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുന്നതും, വചനവിരുദ്ധമായ കാര്യങ്ങളൊക്കെ നീക്കിക്കളയുന്നത് എന്തിനു വേണ്ടിയാ? കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ നമ്മൾ ആ തേജസ്സിൽ കർത്താവിനോട് കൂടെ നിൽക്കുന്നൊരു അനുഭവത്തിലേക്ക് നമ്മൾ ഇന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഇന്ന് ഇത്ര കൃത്യമായിട്ട് പറയണത്. കർത്താവ് വന്ന് സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞിട്ട് കേട്ടിട്ട് കാര്യമില്ല. ഇന്ന് തിരിച്ചറിയണം, ഇന്ന് മനസ്സ് പുതുക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇതാകുന്നു സുപ്രസാദ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാണ് രക്ഷാ ദിവസം. ഇന്ന് ഈ സമയത്ത് വചനം കേൾക്കുമ്പോൾ തന്നെ, നാളേക്ക് വെക്കരുത്. നാളെ എന്ന് പറയുന്ന ദിവസം നമുക്ക് അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ സമർപ്പിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വ്യാപരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പൂർണ്ണ പ്രത്യാശയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എന്നിട്ട് അതിന്റെ 14 വാക്യം കൂടി 14, 15 കൂടി 16 കൂടി വായിച്ച് നമുക്ക് നിർത്താം. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ നമുക്ക് എല്ലാ കാര്യത്തിന്റെയും കൺക്ലൂഷൻ അവിടെ ഉണ്ട് കേട്ടോ. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അപ്പൊ ഇത് പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കമാണ് ഈ പറയുന്നത്. ഇത് ആർക്കും പുറമെ ഉള്ളവരോടൊന്നും പറഞ്ഞത് മനസ്സിലാവത്തില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഇത് ഒരു വ്യക്തികളോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാവത്തില്ല. ഇത് നിങ്ങളുടെ ഉള്ളിൽ ഇതിന്റെ പ്രകാശനം വന്നെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ വചനങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കത്തുള്ളൂ. അപ്പൊ ഇത് കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അത് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് വചനം പറയുന്നത്, ഓരോരുത്തൻ താൻ്റെ നിരയിലാണ്. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രങ്ങളും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. ഇന്ന് വചനം അനുസരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഓരോ വചനത്തിന്റെ അനുസരണവും മനസ്സ് ബുദ്ധിക്ക് നമ്മളെ ദൈവ തേജസ്സിലേക്ക് നയിക്കും. മാത്രമല്ല, ആ തേജസ്സിന്റെ പ്രത്യേകത അത് നിലനിൽക്കുന്നതാണ്.
ഒരു വചനത്തിന്റെ അനുസരണം എനിക്ക് ഇത്രമാത്രം തേജസ്സും പദവിയും ലഭിക്കുമെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഈ വചനത്തിന്റെ ലംഘനത്തിൽ കൂടിയിട്ടുള്ള നൈമിഷിക സുഖങ്ങളിലേക്ക് പോകുമോ, അതോ നിലനിൽക്കുന്ന നിത്യ തേജസ്സിലേക്ക് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമോ? അത് നിങ്ങൾ സ്വയമായി ചോദിക്കേണ്ട കാര്യമാണ്. മനസ്സിലായോ? അജ്ഞാനികളാവരുത്, ജ്ഞാനികളാകണം. ഇത് ദുഷ്കാലമാണ്. അതുകൊണ്ട് നിലനിൽക്കുന്ന നിത്യ തേജസ്സിലേക്ക് കർത്താവ് നമ്മൾ ഒരുക്കുന്നത് ഓരോരോ വചനത്തിന്റെ അനുസരണത്തിലാണെങ്കിൽ ആ വചനത്തിന്റെ ലംഘനത്തിൽ കൂടി ലഭിക്കുന്ന നൈമിഷികമായിട്ടുള്ള ലോക സുഖങ്ങളിലേക്കല്ല മനുഷ്യൻ പോകേണ്ടത്. മറിച്ച് എനിക്ക് അതല്ല വേണ്ടത് കർത്താവ്, എനിക്ക് നിന്റെ വചനത്തിന്റെ അനുസരണത്തിൽ കൂടി അങ്ങൊരുക്കിയിരിക്കുന്ന തേജസ്സിന്റെ പൂർണ്ണത പ്രാപിക്കണം. എനിക്ക് കറയും ചുളുക്കവും മാലിന്യവും വാട്ടമില്ലാത്ത മണവാട്ടിയായി തീരണം. എനിക്ക് ആ പുത്രനായ യേശുവിന്റെ സ്വരൂപത്തോട് എനിക്ക് അനുരൂപമായി തീരണം. എനിക്ക് അങ്ങയുടെ വരവെങ്കിൽ കണ്ണിമയ്ക്കുന്നതിന് രൂപാന്തരപ്പെട്ട് തേജസ്സിലേക്ക് എടുക്കപ്പെടണം. ഇതിൽ കുറഞ്ഞ ഒരു ചിന്ത പോലും ഉണ്ടാവരുത്. ഒരു മനുഷ്യനും ഈ വചനം കേൾക്കുന്ന ഒരു വ്യക്തിക്കും കർത്താവ് ഞാൻ വരുമ്പോൾ എടുക്കപ്പെടുവോ, ഞാൻ വിശുദ്ധിയെ തയ്ക്കാവോ, അങ്ങനെയൊന്നും അല്ല ചിന്തിക്കേണ്ടത്. കർത്താവ് എനിക്ക് ഈ അനുഭവത്തിൽ ആയിത്തീരണം. അത് കർത്താവ് പറഞ്ഞു, വിളിച്ചവൻ വിശ്വസ്തനാണ്, അവനത് നിവർത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ അവിശ്വസിക്കുന്ന എന്തിനാ? കർത്താവിനോട് ചേർന്ന് നടക്കാനായിട്ടുള്ള ഒരു സമർപ്പണവും ആഗ്രഹമാണ് ഉണ്ടാവേണ്ടത്. ആ ആഗ്രഹം നമ്മളെ ആ അവസാനത്തോളം, കർത്താവിന്റെ വരവിനോളം, ആ ഓരോ ദിവസവും നമ്മൾ നാളത്തെ കുറിച്ചൊന്നും ആലോചിച്ച് ഭാരപ്പെടണം. ഇന്ന് കർത്താവേ, നിന്റെ സ്വസ്ഥതയിൽ, നിന്റെ സമാധാനത്തിൽ, നിന്റെ ഹിതത്തിൽ നിന്നോട് ചേർന്ന് നടപ്പാൻ എന്നെ സഹായിക്കണം. ഞങ്ങളുടെ ഭവനം ഒരു സ്വർഗീയ ഭവനമായി തീരണം. എന്നെ കാണുന്നവർ യേശുവിനെ കാണണം. എൻ്റെ വാക്കുകൾ ഉപ്പിനാൽ രുചിയിരുത്ത കൃപയോട് കൂടിയതായിരിക്കണം. എൻ്റെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കണം. എൻ്റെ കണ്ണുകളെ കർത്താവ് ശുദ്ധീകരിക്കണം. എൻ്റെ കേൾവികളെ ശുദ്ധീകരിക്കണം. എൻ്റെ നാവ്, തൊണ്ട, അധരങ്ങളെ ശുദ്ധീകരിക്കണം. എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. എൻ്റെ ചിന്തകളെ വിശുദ്ധീകരിക്കണം. അങ്ങനെ എന്നെ കാണുന്നവർ യേശുവിനെ കാണുന്ന ഒരു അനുഭവത്തിലേക്ക് എന്നെ നടത്താം. അതാണ് ഈ പറഞ്ഞത്, നിങ്ങളെ വിളിച്ച വിശുദ്ധനെ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കും. അതാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മളെ കണ്ണ് അല്ലെ, ദോഷം കണ്ടുകൂടാത്ത നിർമ്മല ദൃഷ്ടിയുള്ള യഹോവയുടെ കണ്ണുകളെ പോലെ എൻ്റെ കണ്ണുകളെ മാറ്റണം. ഗോസിപ്പ് കേൾക്കാനായിട്ടല്ല എൻ്റെ ചെവി തുറക്കേണ്ടത്, കർത്താവിന്റെ വചനം കേൾക്കാനായിട്ട് രാവിലെ തോറും ശിഷ്യന്മാരെ പോലെ കേൾക്കാൻ എൻ്റെ ചെവികളെ ഉണർത്തണം. ദ്രവ്യാഗ്രഹത്തിലേക്ക് ഓടുന്ന കാലുകളല്ല, ലോകമോഹത്തിലേക്ക് ഓടാനായിട്ട് വെമ്പൽ കൊള്ളുന്ന കാലുകളല്ല, കർത്താവെ നിന്റെ പിറകെ നടപ്പാനായിട്ടുള്ള കാലുകളായി. കൈകളിൽ മലിനതകളല്ല, കർത്താവ് വചനം പറയുന്ന പോലെ, ആകയാൽ പുരുഷന്മാർ കോപവും വാഗ്വാദവും വിട്ടൊഴിഞ്ഞ് വിശുദ്ധ കൈകളെ ഉയർത്തി. വിശുദ്ധ കൈകൾ ഉണ്ടാവണമെങ്കിൽ ഹൃദയം ശുദ്ധമായിരിക്കണം. എൻ്റെ ചിന്തകൾ സത്യവും നീതിയും ഘനവും സൽകീർത്തിയും പുകഴ്ചയും മാനവുമായത് ചിന്തിക്കത്തക്കവണ്ണം എൻ്റെ ചിന്താമണ്ഡലങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും കർത്താവെ നിന്റെ ശുഭവചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ വാഴുവാൻ തക്കവണ്ണം എല്ലായ്പ്പോഴും വചനം ധ്യാനിപ്പാൻ എൻ്റെ ഹൃദയത്തെ അങ്ങൊരുക്കണം. എൻ്റെ ശരീരം തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരമായി ആ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ആ അതേ തേജസ്സിലേക്ക് എന്നെയും നയിക്കണം. അതിനാണ് ഇവിടെ പറഞ്ഞത്, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഈ ഒരു ആഗ്രഹമാണ് ക്രിസ്തുവേശുവിലുള്ള ഭാവം എന്ന് പറയുന്നത്. ഈ ആഗ്രഹത്തിൽ നടക്കുന്ന വ്യക്തികളെയാണ് കർത്താവ് പറഞ്ഞത് നാമ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണെന്ന് പറഞ്ഞത്. ഇങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും. പ്രാർത്ഥിക്കാം. സർവ്വസ്വ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അങ്ങയുടെ വചനം അത് തേനിലും തേൻകട്ടയേക്കാളും മാധുര്യമുള്ളതാണല്ലോ കർത്താവ്. അത് പാറയെ തകർക്കുന്ന ചുറ്റികയാണല്ലോ, അതൊരു കണ്ണാടിയാണല്ലോ, അത് മരുന്നാണല്ലോ, അത് തീയാണല്ലോ കർത്താവെ. അല്ലെങ്കിൽ ഞങ്ങളിലുള്ള മലിനതകളെയൊക്കെ കത്തിച്ച് കർത്താവെ ദൈവ തേജസ്സിലേക്ക് ഞങ്ങളെ നടത്തുന്ന അങ്ങയുടെ ആ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനത്തെ ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. അനേകർ ഈ നാളുകളിൽ ദൈവ തേജസ്സിന്റെ വെളിപ്പാടിലേക്ക് കർത്താവെ മടങ്ങി വരുവാൻ വിട്ടുപോരുവിൻ, അശുദ്ധമായതൊന്നും തുടരുത്, അവരുടെ ഇടയിൽ നിൽക്കരുതെന്ന് പറഞ്ഞ പോലെ കർത്താവെ പല തെറ്റായിട്ടുള്ള സുവിശേഷങ്ങളിൽ കിടക്കുന്നവരൊക്കെ കർത്താവെ ഈ തേജസ്സിന്റെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയ ദൈവപ്രവൃത്തി നാളുകളിൽ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മഹത്വം, തന്റെ മഹത്വം ഒരു വ്യക്തികൾക്ക് സ്തുതി വിഗ്രഹത്തിന് വിട്ടുകൊടുക്കാത്ത കർത്താവെ, അങ്ങനെ മഹത്വം ഈ നാളുകളിൽ വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവകരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുകയാണ്. ഭക്ഷണത്തിനുള്ള വിശപ്പല്ല, വെള്ളത്തിനുള്ള ദാഹവുമല്ല, അങ്ങനെ വചനത്തിനോടുള്ള വലിയ ദാഹത്തെ ഞങ്ങളെ അധികമായി പകരണം കർത്താവെ. അതിനെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവരെയും പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യണമേ. ഓരോ ഭവനങ്ങൾ സ്വർഗീയ ഭവനങ്ങളായി തീരാൻ കർത്താവ് സഹായിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്ന പോലുള്ള ഐക്യതയും സ്നേഹവും കരുതലും താഴ്മയും കർത്താവ് തമ്മിലുള്ള ബഹുമാനവും ഒക്കെ കർത്താവ് ഞങ്ങളുടെ മക്കളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളെ കാണുന്ന യേശുവിനെ കാണുന്ന ഒരു അനുഭവത്തിൽ ജീവിപ്പാൻ എല്ലാവരും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാ നന്മകളാലും എല്ലാവരെയും നിറയ്ക്കണമേ. തൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ, എല്ലാ നന്മകളാലും എല്ലാ മക്കളെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.